10 വർഷത്തെ രാഷ്ട്രീയ വനവാസത്തിന് ശേഷം UDF-ന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് അതിന്റെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ന്യൂനപക്ഷ രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയമാണ്. മുസ്ലിം ന്യൂനപക്ഷം ഒന്നായി UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പൂർണ്ണമായിട്ടും UDF-ന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നത് തന്നെ മുസ്ലിം രാഷ്ട്രീയമാണ്. അതേ സമയത്ത് ഇതിന്റെ ഒരു പ്രത്യാഘാതം, കാരണം UDF ഒരു മുസ്ലിം മുന്നണിയാണ്, അല്ലെങ്കിൽ ജമായത്തായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കാൻ പോവുക എന്ന കാര്യങ്ങളൊക്കെയാണ് CPM-ന്റെ നേതാക്കൾ വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കൗണ്ടറാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുസ്ലിം രാഷ്ട്രീയം എത്രത്തോളം കേരളത്തിന് ഗുണകരമാവും, അല്ലെങ്കിൽ അത് ദോഷകരമാവും, UDF-ന് എത്രത്തോളം അത് സഹായിക്കും, അല്ലെങ്കിൽ അതിന്റെ കൗണ്ടർ LDF-ന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനും കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ ജയപ്രസാദ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ തവണ CPM-ന് മുസ്ലിം വോട്ട് കാര്യമായിട്ട് ലഭിച്ചിരുന്നു. അതായത് 2016-ലും ലഭിച്ചിരുന്നു, 2021-ലും ലഭിച്ചിരുന്നു. പക്ഷെ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും, കോഴിക്കോട് ജില്ലയിൽ പോലും, അതായത് 13 സീറ്റിൽ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയിൽ പോലും ഏതാണ്ട് എല്ലാ സീറ്റിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് മുസ്ലിം വോട്ട് കൊണ്ടാണ്. അതേപോലെ തന്നെ കാസർഗോഡ് ആണെങ്കിലും കണ്ണൂരാണെങ്കിലും മലപ്പുറത്ത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയം വലിയ തോതിൽ പരീക്ഷിച്ചതാണ് CPM. സ്വതന്ത്രന്മാരെ നിർത്തി അവരെ മന്ത്രിമാരാക്കി, മുസ്ലിം വ്യാപാര പ്രാമാണികളെ അല്ലെങ്കിൽ വ്യവസായികളെ, അതേപോലെ തന്നെ KT ജലീലിനെ പോലെയുള്ള മുസ്ലിം രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെയാണ് അവർ മുമ്പിൽ നിർത്തിയത്. പക്ഷെ ഇത്തവണ അത് ഫലിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി ഏതാണ്ട് ഒന്നായിട്ട്, അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും സുന്നികളാണെങ്കിലും കാന്തപുരം വിഭാഗമാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ഇനി SDPI ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളൊക്കെ തന്നെ UDF-ന്റെ പിറകിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരിക്കും അത് കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? കേരളത്തിലെ UDF-ന് അനുകൂലമായിട്ട് മുസ്ലിം സമൂഹത്തിനകത്തുണ്ടായ ധ്രുവീകരണം, അത് ഒരു പരിധിവരെ UDF-ന്റെ കരുത്തും UDF-ന്റെ വീക്ക്നെസ്സുമാണ്. അത് തന്നെയാണ് UDF-ന്റെ ദൗർബല്യമായി മാറാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് 47-48% വരുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം 2019-2024 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ഒരുപോലെ പ്രകടമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അതിന് വിഭിന്നമായിട്ട് 2016-ലും ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടായി. 2021-ലും ഒരു ഭാഗത്ത് കോവിഡിന്റെ ചില ബെനിഫിറ്റ്, ഫ്രീ ആയിട്ട് ഭക്ഷ്യ കിറ്റ് കൊടുത്തതൊക്കെ ബെനിഫിറ്റ് ചെയ്തെങ്കിൽ പോലും അതിനേക്കാൾ ഒരു മുസ്ലിം ധ്രുവീകരണമാണ് UDF-ന് അല്ലെങ്കിൽ LDF-ന് ഏറ്റവും വലിയ വിജയം ഉണ്ടായിരുന്നു. ഈവൻ ഇപ്പൊ തന്നെ സുന്നികളിലെ EK വിഭാഗമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒരു കരുത്ത്. ആ സമയത്ത് AP വിഭാഗം ഏതാണ്ട് കുറച്ചു കാലമായിട്ട് CPM-ന്റെ കൂടെ നിന്നു. ഇനി സുന്നികളിൽ EK വിഭാഗത്തിൽ നിന്നാൽ നല്ലൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ KT ജലീൽ വഴിയൊക്കെ അവർക്ക് ഒരു നേതൃത്വത്തിനോട് വിയോജിപ്പുള്ള നല്ലൊരു വിഭാഗം, സമസ്തയോട് വിയോജിപ്പുള്ള, സമസ്തക്കകത്ത് തന്നെ നല്ലൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ CPM-ന് കഴിഞ്ഞു. മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ CPM-ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് 2021-ലാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മലപ്പുറം ജില്ലയിൽ CPM-ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത്. അപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാളും ഉയർന്ന തലത്തിലേക്ക് ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി 2021-ലുണ്ടായി. പക്ഷേ ഈ 2025-ലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ കാണുന്നത് ശക്തമായ, ഇതുവരെ കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. UDF-ന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. സമാന്തരമായിട്ട് ക്രിസ്ത്യൻ മേഖലകളിലും UDF-ന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏതാണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളും UDF, എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളും
ഈ അതായത് 16 മണ്ഡലങ്ങൾ മലപ്പുറം പൂർണ്ണമായിട്ട് യു ഡി എഫിനൊപ്പം നിന്നു. എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങൾ യു ഡി എഫിനോടൊപ്പം നിന്നു. അതുപോലെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, പിന്നെ കാസർഗോഡ്, ഈ വയനാട്, ഈ ജില്ലകളിലെ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ ഒരു അവസ്ഥയുണ്ടായി. അത് പ്രധാനമായിട്ട് ഒരു യു ഡി എഫിന് അനുകൂലമായ ക്രിസ്ത്യൻ മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ഒരു ക്രിസ്തീയ ധ്രുവീകരണം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഒരു ഭാഗത്ത് ലോകസഭയിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പൊ കേരളത്തിലുള്ളത്. മറ്റൊന്ന്, കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് പക്ഷത്തേക്ക് പോയിട്ടുമില്ല, ഇപ്പൊ ഇടതുപക്ഷത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തരത്തില് ഒരു സെൻട്രൽ ട്രാവൻകൂറിൽ ഒരു വൻപിച്ച മേൽക്കോയ്മ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാല് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ, നമ്മൾ ജനസംഖ്യ കൊണ്ട് സെൻസസിലെ ഏതാണ്ട് 54% 2011 പറയുന്നത്. എന്നാലും 52-53% ഹിന്ദുക്കൾ ആയിക്കോട്ടെ. പക്ഷെ ആ ഹിന്ദു ജനസംഖ്യ കൺസോളിഡേറ്റ് ചെയ്തല്ല കഴിയുന്നത്, അത് സ്പ്രെഡ് ചെയ്താണ് കഴിയുന്നത്. അപ്പൊ മുസ്ലിം വോട്ട് കൂടുതലും സെൻട്രലൈസ്ഡ് ആണ്. ഇപ്പൊ ചില ജില്ലകളിൽ ചില പോക്കറ്റുകളിൽ അവർ കേന്ദ്രീകൃതമായിട്ടാണ്. അപ്പൊ ആ തരത്തിലല്ല ഹിന്ദുക്കളുടെ വോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു മതവിഭാഗത്തിന്റെ വോട്ട് വെച്ചുകൊണ്ട് അതേപടി നമുക്ക് ഇലക്ഷൻ റിസൾട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞ തരത്തിലുള്ള ജനങ്ങളുടെ ജീവിത നമ്മൾ നോക്കുമ്പോൾ അവർ പലരും കോൺസെൻട്രേറ്റ് ചെയ്തും സ്പ്രെഡ് ചെയ്തും കഴിയുന്നത്. അല്ല, പക്ഷെ ഈ മുസ്ലിം രാഷ്ട്രീയമാണ് യു ഡി എഫ് നടത്തുന്നത് എന്ന് വ്യംഗ്യമായിട്ടും ചിലപ്പം വ്യക്തമായിട്ടൊക്കെ തന്നെ LDF ആരോപിക്കുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ ഭരണമാണ് വരിക. അപ്പം അതിന്റെ ഒരു ലക്ഷണം നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ 2 സീറ്റിൽ മാത്രമാണ് UDF കിട്ടിയത്. ഇത്തവണ അവർക്ക് ഏതാണ്ട് എല്ലാ സീറ്റിലും അവർ ലീഡ് ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷെ അത് അവർ 5ലേക്ക് ഉയർത്തി. അങ്ങനെ നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ 3 സീറ്റിലും അവർ ജയിച്ചു. മലപ്പുറം ജില്ലയിൽ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. അപ്പൊ ഈ ഒരു തരംഗം, മുസ്ലിം അനുകൂലമായ ഒരു ട്രെൻഡ്, അത് തിരിച്ചടിക്കുമോ? അതായത് തെക്കൻ ജില്ലകൾ, അതായത് CPMന്റെ, കാരണം ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു കളിയാണിത്, മുസ്ലിങ്ങളുടെ ഒരു കളിയാണിത്. അല്ലെങ്കിൽ UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് അതിനെ നിയന്ത്രിക്കുന്നത്. മുമ്പ് അവർ 5ാം മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പൊ അവർ ഞങ്ങൾക്ക് 12 മന്ത്രിമാരെ വരെ വേണം എന്നൊക്കെ അവരുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പറയാൻ തുടങ്ങി. അതേപോലെ മതമാണ് പ്രശ്നം എന്നൊക്കെയാണ് ഷാജിയെ പോലത്തെ ആളുകളൊക്കെ പറയുന്നത്. അപ്പൊ അത് സ്വാഭാവികമായും മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ അതൊരു LDFന് അനുകൂലമായ ഒരു നീക്കം സൃഷ്ടിക്കില്ലേ എന്നുള്ളത്. അല്ല, അത് കേരളത്തിൽ പരമ്പരാഗതമായി UDFന് നമ്മൾ 69 മുതൽ UDFന് അനുകൂലമായിട്ടാണ് മുസ്ലിം ലീഗ് നിൽക്കുക. പക്ഷേ മുൻപ് നമ്മൾ കാണുന്ന മുസ്ലിം ലീഗ് UDF അല്ല 2026 UDF. 2026 UDF എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ എല്ലാ തീവ്രവാദ വിഭാഗങ്ങളും, അത് SDPI ഉൾപ്പെടെ ഉള്ള, അല്ലെങ്കിൽ PDP അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞു. പക്ഷെ നിരോധിച്ചെന്ന് പറഞ്ഞ സംഘടന ഇല്ലാതാകുന്നില്ലല്ലോ. ആ എലിമെന്റ്സ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും മുമ്പ് അങ്ങനെയല്ലേ, മുസ്ലിം ലീഗിനോടൊപ്പം മുസ്ലിം ലീഗ് മാത്രമുണ്ട്. മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു റിയാക്ഷൻ അപ്പുറത്തുണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്. മുൻപ് മുസ്ലിം ലീഗ് കേന്ദ്രീകൃത UDF ആയിരുന്നെങ്കിൽ ഇപ്പം മുസ്ലിം ലീഗിന് വിഭിന്നമായിട്ട് എല്ലാ മുസ്ലിം തീവ്രവാദ സംഘടനകളിലും കൂടെ ചേർന്നുള്ള മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണയാണ് UDFിലേക്ക്. ഇതാണ് UDFന്റെ ഒരു ദൗർബല്യമായി മാറുന്നത്. കാരണം ഇത് മറ്റു വിഭാഗങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടാകും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മതമാണ് വിഷയം എന്ന് അവർ തന്നെ പറഞ്ഞത്. മലപ്പുറം ജില്ലയുടെ വിഭജനം അത് വളരെ ശക്തമായ രീതിയിൽ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ UDF ഗവൺമെന്റ് വരുമ്പോൾ അതിനും LDF അല്ലേ മുൻകൈ എടുത്ത? അല്ല, അന്നത്തെ 69 മലപ്പുറം ജില്ല രൂപീകരണമാണെങ്കിൽ ഈ 2026 വരുന്ന ഗവൺമെന്റ്, അത് UDF ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ വിഷയം മലപ്പുറം ജില്ലയുടെ വിഭജനം വരും. കാരണം ഈ മറ്റ് മുസ്ലിം തീവ്രവാദ വിഭാഗങ്ങളും ഡിമാൻഡാണ്. അപ്പൊ മുസ്ലിം ലീഗിന് ഒരർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി കീഴടങ്ങേണ്ടി വന്നു. മുസ്ലിം ലീഗിൻ്റെതായ അവര് അവകാശപ്പെടുന്ന ഒരു മതേതര സ്വഭാവമെന്ന് അവർ ക്ലെയിം ചെയ്യുന്നൊരിതുണ്ടല്ലോ. അതിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിലെ മുസ്ലിം മതാന്ധതയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം കേന്ദ്രീകരണം UDFന് ഗുണത്തെക്കാളുപരി
ദോഷം ചെയ്യും. അതും അപ്പുറത്തെ മറ്റ് ജില്ലകളിൽ അത് പ്രധാനമായിട്ട് ഞാൻ പറയാൻ കാരണം ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള UDF-നുണ്ടായ മേൽക്കോയ്മ ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലകളിൽ ഉണ്ടായെങ്കിൽ അതിന് സമാന്തരമായിട്ട് മറ്റ് 6-7 ജില്ലകൾ നമ്മുടെ അടുത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അല്ലെങ്കിൽ തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂർ. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊക്കെ വലിയ ജില്ലകൾ. പക്ഷേ മുസ്ലിം നല്ല പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. അല്ല, 30% പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ കണ്ണൂരിൽ മുസ്ലിം ലീഗിന് അത്രയധികം മേൽക്കോയ്മ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ CPM-ന് തന്നെ അവിടെ മേൽക്കോയ്മ ഉണ്ടാവും. തൃശ്ശൂരിൽ UDF-ന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. പാലക്കാട് ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ നമുക്ക് ആ തരത്തിലുണ്ടായിട്ടില്ല. കൊല്ലത്തും അതുപോലെ UDF-ന് അനുകൂലമായ ചില മണ്ഡലങ്ങളിൽ അനുകൂലമായ, അതായത് മുസ്ലിം രാഷ്ട്രീയം വടക്കൻ ജില്ലകളിൽ UDF-ന് അനുകൂലമായ തരംഗം അല്ലെങ്കിൽ ഒരു അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സമയത്ത് അതിന് തിരിച്ചടിയായിട്ട് അവർക്ക് തെക്കൻ ജില്ലകളിൽ അല്ലെ, അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ തന്നെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതാണ്. അതെ, അത് തിരിച്ചടി ഉണ്ടാകുന്നല്ലേ. നമ്മളിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ ഈ ജില്ലകളിൽ UDF വളരെ പുറകിലാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ല എടുക്കാം. തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് 1-2 മണ്ഡലത്തിനപ്പുറത്തേക്ക് പാർട്ടിക്കോ വരാൻ കഴിയില്ല. കാരണം BJP വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് ജില്ലകളിൽ ഏതാണ്ട് 61 മണ്ഡലങ്ങളാണ് എനിക്ക് തോന്നുന്നു പാലക്കാട് മുതൽ വടക്കോട്ടുള്ളത്. അതിൽ കണ്ണൂരിൽ മാത്രമാണ് ഇപ്പം ഇന്നത്തെ നിലയ്ക്ക് ഇടതുപക്ഷ മുന്നണിക്ക് അല്പമെങ്കിലും വലിയ സ്വാധീനം. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, പാലക്കാട് ഉണ്ടാവും. അല്ല, ഞാൻ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും 3 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുക. മഞ്ചേശ്വരം, കാസർഗോഡ് മാത്രമാണ് UDF-ന് പോകുള്ളൂ. ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ ആയിരിക്കും മറ്റ് 3. ഇപ്പൊ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലൊന്നും കോൺഗ്രസിന് അത്ര, CPI-യുടെ മണ്ഡലമാണ്, പക്ഷെ അത് അതിജീവിച്ചു വരാൻ പക്ഷേ UDF-ന്റെ കൂടെ പോകുന്നു പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞത് UDF-ന് പരമ്പരാഗതമായി ലഭിക്കുന്ന മണ്ഡലങ്ങള് 2 മണ്ഡലങ്ങളാണ്. LDF-ന് കാസർഗോഡുള്ള 3 മണ്ഡലങ്ങൾ അനുകൂലമാണ്. കണ്ണൂരിലെ മെജോറിറ്റി മണ്ഡലം, കണ്ണൂരിൽ പേരാവൂർ അല്ലെങ്കിൽ ഇരിക്കൂർ അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള 3-4 മണ്ഡലങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും മേൽക്കുമോ. പാലക്കാട് ജില്ലയിൽ വരുമ്പോഴും ഇപ്പൊ നമ്മൾ ഈ ശശി ഫാക്ടറൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ ഒറ്റപ്പാലത്ത് വരുന്നത്. അല്ലാതെ എങ്ങനെയാണ് അത് ബാധിക്കാന്നറിയില്ല. പക്ഷെ അവിടെ വരുമ്പോൾ ഒരു ഭാഗത്ത് ശശിയും മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടവും ഉണ്ട്. സ്ത്രീ വിഷയത്തിൽ രണ്ടുപേരുടെ വിഷയവും ചർച്ചാ വിഷയമാകും പാലക്കാട് വരുമ്പോഴത്തേക്കും. അപ്പം ഒരു അർത്ഥത്തില് പാലക്കാട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അളക്കാൻ കഴിയും. ഒരു പരിധിവരെ UDF-ന് വിചാരിക്കുന്ന തരത്തിലുള്ള മേൽക്കോയ്മ കേരള രാഷ്ട്രീയത്തിൽ ഈ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അതുണ്ടാക്കുന്ന ഭയം, വിശേഷിച്ചും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ ഒരു മുസ്ലിം കേന്ദ്രീകരണം, മുസ്ലിം ലീഗ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ ഒരു വിഷയം കോട്ടയം, പത്തനംതിട്ട, എറണാകുളത്തൊക്കെ ലീഗ് അല്ലല്ലോ, ക്രിസ്ത്യൻ വോട്ടല്ലേ സ്വാധീനിക്കുന്നത്. അത് ഇൻടാക്ട് ആയിട്ട് തന്നെ UDF-ന്റെ കൂടെ നിൽക്കല്ലേ ചെയ്യും. മലപ്പുറം ജില്ലയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ധ്രുവീകരണം ഒരുപക്ഷെ കോട്ടയത്തും എറണാകുളത്തും ഒന്നും ഉണ്ടാകണമെന്നില്ല. പരമ്പരാഗതമായി UDF-ന് അനുകൂലമായ ജില്ലയാണ് എറണാകുളം. കോട്ടയം ഒരു പരിധിവരെ UDF-ന് അനുകൂലമായി നിൽക്കുന്ന ജില്ലയിലാണ്. ഇടുക്കിയിൽ മാത്രത്തിൽ നോക്കുകയാണെങ്കിൽ കാണാം. പക്ഷേ മലപ്പുറം ജില്ലയിൽ കണ്ടതുപോലെയുള്ള ധ്രുവീകരണം. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ഇടതുപക്ഷവും UDF LDF തമ്മിൽ ഏതാണ്ട് 7.5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഏതാണ്ട് 80% വോട്ട് ഒരു ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 5.5 ലക്ഷത്തോളം വോട്ട്, 5.25 ലക്ഷം വോട്ട് ഒരു ജില്ലയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് UDF-ന് കിട്ടിയ മേൽക്കോയ്മ ഓൾ കേരള തലത്തിൽ സ്പ്രെഡ് ചെയ്തില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധമല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദ വിഭാഗങ്ങളും മതാന്ധതയുടെ വിഭാഗങ്ങളെല്ലാം സംയുക്തമായി UDF-ന് അനുകൂലമായ നിലപാടെടുക്കുന്നത് UDF-ന് ഒരു ഭാഗത്ത് ശക്തിയും മറുഭാഗത്ത് ഏറ്റവും വലിയ ദൗർബല്യമായിട്ടും മാറും. അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഡോക്ടർ ജയപ്രസാദ് പറയുന്നത് കേരളത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അനുകൂലമായ ഘടകം മുമ്പ് കുറച്ചൊക്കെ CPM-ന് പോയിരുന്ന മുസ്ലിം വോട്ട് ഇപ്പൊ ഏതാണ്ട് N ബ്ലോക്ക് ആയിട്ട് UDF-ന് കിട്ടുകയാണ്. പക്ഷേ അതിന്റെ ഒരു ഗുണം അവർക്ക് പൂർണ്ണമായും കിട്ടാൻ സാധ്യതയില്ല. കാരണം അതിന്റെ ഒരു റിയാക്ഷൻ മറ്റു സ്ഥലങ്ങളിൽ അത് UDF-നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.